Hello students, welcome to the class of number theory. So, നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് തിയറി ഓഫ് ലീനിയർ കോൺഗ്രുവൻസ് ആണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ലീനിയർ കോൺഗ്രുവൻസിൻ്റെ ബേസിക് പ്രോപ്പർട്ടീസും അതിൻ്റെ തിയറംസും പ്രോബ്ലംസും ഒന്ന് രണ്ട് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇങ്ങനെ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ അതിലുണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യനും കൂടിയാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ 3 പ്രോബ്ലംസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നമുക്കത് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കാം. സോ ഫസ്റ്റ് വൺ, ഫോർ n greater than or equal to 1, the congruence theory you have to apply, use congruence theory to establish each of the following divisibility statement. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ 13 divides 3 raised to n plus 2 ആൻഡ് പ്ലസ് 4 raised to n 2n plus 1 ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, രണ്ടാമത്തത് 27 divides 2 raised to 5n plus 1 plus 5 raised to n plus 2. Third one is 43 divides 6 raised to n plus 2 plus 7 raised to 2n plus 1. ഓക്കെ, ഇതിലെ ഫസ്റ്റ് പാർട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം? അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ 13 ആണ് മൾട്ടിപ്പിൾ, 13ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരണം. ഇവിടെ 3 raised to n plus 2. അപ്പോൾ വെൻ n ഈക്വൽ ടു 1 എന്ന കേസാണ് എടുക്കുന്നത്. സപ്പോസ് നമ്മളിവിടെ n ഈക്വൽ ടു 1 എന്ന കേസാണ് ജസ്റ്റ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഈ ഒരു ഫാക്ടറിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എവിടെ 3 raised to n plus 2 പ്ലസ് 4 raised to 2n plus 1 ഇതിലോട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്തായിരിക്കും വരുന്നത്? ദാറ്റ് മീൻസ് 3 raised to നമ്മുടെ ആൻസർ n ഈക്വൽ ടു 1 ആണ്. സോ 3 raised to 3 പ്ലസ് 4 raised to നമ്മുടെ ആൻസർ 4 raised to 3 ആണ് നമുക്കിവിടെ വരുന്നത്. വിച്ച് മീൻസ് ദാറ്റ് അപ്പോൾ ഇവിടെ 3 raised to 3 ആകുമ്പോൾ എത്രയാണ്? 27 പ്ലസ് 4 raised to 3 ഇറ്റ് is 64 ഈക്വൽ ടു 91 ആണ്. സോ 91 30ൻ്റെ ഡിവിസിബിൾ ആണോ? യെസ്, 13 divides 91. കാരണം ആൻസർ 13 into 7 is equal to 91 ആണ്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് ക്ലിയർ ആണ്. ഇനി നമുക്കറിയാം 3 is congruent to 16 ആണ്. കാരണം എന്താണ്? 3 minus 16 is equal to 13 ആണ്. സോറി 16 minus 3 is equal to 13. അങ്ങനെ എടുക്കാം. 16 minus 3 is equal to 13. So 13 divides 13. So therefore ഈ കോൺസെപ്റ്റ് നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ. 3 is congruent to 16. ഇനി 3 is congruent to 16നെ നമുക്ക് എങ്ങനെ എഴുതാം? ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4. സോ 4 square. 3 is congruent to 4 square mod 13. ഇനി നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു തിയറം നേരത്തെ നോക്കിയിട്ടുണ്ട്. ഇഫ് a is congruent to b mod n, then a raised to k is congruent to b raised to k. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാൻ പറ്റും? ലെറ്റ് us take n on both powers. അപ്പോൾ 3 raised to n, നമുക്കിവിടെ ക്വസ്റ്റനിൽ n ആണല്ലോ തന്നിരിക്കുന്നത്. അപ്പോൾ 3 raised to n ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ടേംസ് കൊണ്ടുവരിക. So 3 raised to n is congruent to 4 raised to 2n mod 13. So now multiply 9 on both sides. അല്ലേ? 9 നമ്മൾ രണ്ട് സൈഡും കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്തായിരിക്കും വരുന്നത്? 3 raised to n into 9 is congruent to 4 raised to 2n plus 9. സോ ദെയർഫോർ ഈ 9 എന്നുള്ളത് കാരണം 3 raised to n plus 2 ആണ് നമുക്ക് വേണ്ടത്. 3 raised to n plus 2 means 3 raised to n into 3 square. That means 3 raised to n into 9 ആണ് നമ്മളുടെ ആൻസറിൽ വരേണ്ടത്. സോ നമ്മളിവിടെ 3 raised to n into 3 square. 3 raised to n into 3 square is congruent to 4 raised to 2n into 3 square. രണ്ട് സൈഡും ഒരുപോലെ 3 square നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. 3 square എന്ന് പറയുന്നത് 9 ആണ്. 4 raised to 2n into 9 mod 13. Therefore 3 raised to ഇവിടെ ലെഫ്റ്റ് സൈഡിൽ എന്തായിരിക്കും വരുന്നത്? n plus 2 is congruent to 4 raised to 2n into 9 mod 13. അതവിടെ ഇരിക്കട്ടെ. ഇനി നമ്മുടെ ഈ കോൺസെപ്റ്റ്, അതായത് അവിടെ നമുക്ക് വേണ്ട ഈ കോൺസെപ്റ്റ് നമുക്ക് എടുക്കാം. അതായത് 3 raised to n plus 2
plus 4 raised to 2n plus 1. So now this is congruent. This term is congruent to ഇതിലെ congruency first നമ്മൾ ഈ കണ്ടീഷൻ അതായത് ഇത് ഇവിടെ അപ്ലൈ ചെയ്യുക. So 3 raised to n plus 2 is congruent to 4 raised to 2n plus 9 plus 4 raised to 2n plus 1 mod 13. ഇപ്പോൾ ഇതിൽ വരുന്ന ടേംസ് എന്ന് പറയുന്നത് ഇതിനെ നമുക്ക് എങ്ങനെ റീറൈറ്റ് ചെയ്യാം, which is congruent to 4 raised to 2n into 9 plus 4 raised to 2n plus 1നെ 4 raised to 2n into 4 raised to 1. ഇപ്പം നമ്മുടെ 4 raised to 2n ഇവിടെ കോമൺ ആയിട്ടുണ്ട്. അത് നമുക്ക് പുറത്തെടുത്താൽ 9 plus 4 equal to 13, which is a multiple of 13, which is a multiple of 13. അങ്ങനെയാണെങ്കിൽ we can say that when you divide by 13, the remainder will be 0. So you will get it is congruent to 0 mod 13. From this we can say that 13 divides the LHS, that is, what is the LHS? 3 raised to n plus 2 plus 4 raised to 2n plus 1. ഇത് രണ്ട് രീതിയിൽ ചെയ്യാം ഈ പ്രോബ്ലം. ഒന്ന് ഇങ്ങനെ ചെയ്യാവുന്ന ഒരു മെത്തേഡ്, മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ് വെച്ച് ചെയ്യുന്നതാണ്. അത് കുറച്ചുകൂടെ ലെങ്തി ആയിരിക്കും, ബട്ട് ദിസ് വൺ ഈസ് ഈസിയർ ബിക്കോസ് ഇത് വന്നിട്ട് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ്. ഇവിടെ നിങ്ങൾക്ക് ഒന്ന് ആലോചിക്കണം എന്നേ ഉള്ളൂ. ഇവിടെ നമ്മുടെ കോൺസെപ്റ്റ് ഒന്നുകൂടി ഞാൻ പറയാം. ഇവിടെ 13 ആണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. വി നോ ദാറ്റ് 3 is congruent to 13 mod 13. See, 3 is congruent to 16 mod 13. അപ്പോൾ 16 നമുക്ക് എങ്ങനെ എഴുതാം, 4 സ്ക്വയർ. ഇനി 3 raised to n is congruent to 4 raised to 2n. n പവർ രണ്ട് സൈഡും എടുക്കാം. ഇനി രണ്ട് സൈഡ് 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ കോമ്പിനേഷൻ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ എന്തായിരിക്കും വരുന്നത്, 3 raised to n plus 2 is congruent to 4 raised to 2n into 9. അത് അവിടെ ഇരിക്കട്ടെ. അതിനുശേഷം നമ്മുടെ ക്വസ്റ്റ്യൻ എടുക്കുക. ക്വസ്റ്റ്യൻ എടുത്തിട്ട് അവിടെ ഈ കോൺഗ്രുവൻസി കണ്ടീഷൻ്റെ ആൻസറിൽ മാറ്റി കൊടുക്കുക. അപ്പോൾ 4 raised to 2n plus 9 plus 4 raised to 2n plus 1. ഇതിലെ കോമൺ ടേംസിനെ പുറത്തെടുക്കുമ്പോൾ വിച്ച് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 13 ആയിരിക്കും വരുന്നത്. അപ്പോൾ 13 കൊണ്ട് ഈ ടേമിനെ ഡിവൈഡ് ചെയ്താൽ തീർച്ചയായിട്ടും റിമൈൻഡർ 0 ആയിരിക്കും, വിച്ച് മീൻസ് ദാറ്റ് ഇറ്റ് ഈസ് കോൺഗ്രുവൻറ്റ് ടു 0 mod 13. എന്ന് പറഞ്ഞാൽ 13 ഡിവൈഡ്സ് ദിസ് LHS 3 raised to n plus 2 plus 4 raised to 2n plus 1. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്, 27 ഡിവൈഡ്സ് 2 raised to 5n plus 1 plus 5 raised to n plus 2. നമുക്കറിയാം 2 raised to 5 എന്ന് പറയുമ്പോൾ 32. അപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഡിവൈസർ എത്രയാണ്, n is equal to 27 ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 5 n equal to ഇവിടെ 1 ഇട്ടുമ്പോൾ 2 raised to 5 ആണ് വരുന്നത്. ഇവിടെ 5 raised to 1 ആണ് വരുന്നത്. സോ 32 മൈനസ് 5 ഇസ് ഈക്വൽ ടു എത്രയാണ്, 27. അപ്പോൾ 32ഉം 5ഉം നമുക്ക് എടുക്കാമല്ലോ, വിച്ച് മീൻസ് ദാറ്റ് 27 ഡിവൈഡ്സ് 27. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പറയാം 32 ഇസ് കോൺഗ്രുവൻറ്റ് ടു 5 mod 27. സി ഇവിടെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി എടുക്കണമെന്നേ ഉള്ളൂ. ഇവിടെ 2 raised to 5n plus 1 ഞാനിവിടെ ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ തന്നെ 2 raised to 5 എന്ന് പറയുമ്പോൾ 32, 5 raised to n അപ്പോൾ 5 raised to 1. സോ 32 എടുത്ത് 32 minus 5 is 27, which is congruent to 27. So therefore 32 minus 5 is 27, which is divisible by 27 also. So we can say that 32 is congruent to 5 mod 27. 32 എങ്ങനെ എഴുതാം, 2 raised to 5 is congruent to 5 mod 27. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ നമുക്ക് വേണ്ടത് എന്താണ്, വാട്ട് ഇസ് ആസ്ക്ഡ് ഇൻ ദ ക്വസ്റ്റ്യൻ? നമ്മുടെ ക്വസ്റ്റ്യനിൽ അവർ ചോദിച്ചിരിക്കുന്നത് 2 raised to 5 into n plus 1 ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ എങ്ങനെ റീറൈറ്റ് ചെയ്യുന്നത്, 2 raised to 5 into n. സോ പവർ എടുക്കാം, 2 raised to 5 ഹോൾ രണ്ട് സൈഡും പവർ raised to n എടുക്കുമ്പോൾ 2 raised to 5n is congruent to 5 raised to n mod 27. Now from this we can take that. ഇനി നമുക്ക് വേണ്ടത് 2 raised to 5n പ്ലസ് 1 ആണ് വേണ്ടത്. അപ്പോൾ ഇൻറ്റു 2 ആണെങ്കിൽ 2 raised to 1 രണ്ട് സൈഡ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 2 raised to 5n ഇൻറ്റു 2 raised to 1 റൈറ്റ് സൈഡിലും 5 raised to n ഇൻറ്റു 2. സോ ദിസ് ഇസ് കോൺഗ്രുവൻറ്റ് ടു 2 raised to 5n ഇൻറ്റു 2 ഇസ് കോൺഗ്രുവൻറ്റ് ടു 5 raised to n ഇൻറ്റു 2 mod 27. കീപ് ആസ് ഇറ്റ് ഈസ്. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ്റെ പാർട്ട് എടുക്കുക, അതായത് 2 raised to 5n plus 1 plus 5 raised to n plus 2.
വിച്ച് ഇസ് കോൺഗ്രുവൻറ്റ് ടു ഈ ആൻസർ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 5 റൈസ് ടു n ഇൻറ്റു 2 പ്ലസ് 5 റൈസ് ടു n പ്ലസ് 2 മോഡ് 27. നൗ ഫ്രം ദിസ് 5 റൈസ് ടു n, ഇവിടെ 5 റൈസ് ടു n പ്ലസ് 2 എന്ന ടേമിനെ നമുക്ക് എങ്ങനെ എഴുതാം? 5 റൈസ് ടു n ഇൻറ്റു 5 സ്ക്വയർ. സോ ദെയർഫോർ 5 സ്ക്വയർ ദാറ്റ് ഈസ് 5 റൈസ് ടു n ഇൻറ്റു 25. നൗ 5 റൈസ് ടു n 5 റൈസ് ടു n കോമൺ ആയിട്ട് ആ ടേം നമ്മൾ പുറത്തെടുക്കുന്നു. ടേക്ക് ഔട്ട് സൈഡ് യു വിൽ ഗെറ്റ് 2 പ്ലസ് ഇവിടെ 25 മോഡ് 27. സോ നമുക്ക് 25 പ്ലസ് 2 ഈക്വൽ ടു 27 വിച്ച് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 27. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ടേമിനെ നമ്മൾ ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ വിൽ ബി 0 വിച്ച് ഈസ് കോൺഗ്രുവൻറ്റ് ടു 0 മോഡ് 27. അങ്ങനെയാണെങ്കിൽ 27 ഡിവൈഡ്സ് ദിസ് LHS. 27 ഡിവൈഡ്സ് 2 റൈസ് ടു 5n പ്ലസ് 1 പ്ലസ് 5 റൈസ് ടു n പ്ലസ് 2. നൗ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്? 43 ഡിവൈഡ്സ്, വി ഹാവ് ടു പ്രൂവ് ദാറ്റ്. ടു പ്രൂവ് 43 ഡിവൈഡ്സ് 6 റൈസ് ടു n പ്ലസ് 2 പ്ലസ് 7 റൈസ് ടു 2n പ്ലസ് 1. അപ്പോൾ ഇവിടെ നമ്മൾ 1 എടുക്കുക. ഈ പവറിൽ 1 എടുക്കുമ്പോൾ എന്തായിരിക്കും? 6. ഇവിടെ n 7 സ്ക്വയർ ആകുമ്പോൾ എത്രയാണ്? 7 സ്ക്വയർ 6 ആകുമ്പോൾ 7 സ്ക്വയർ ആകുമ്പോൾ 14 വരുന്നുണ്ട്. അപ്പോൾ 7 സ്ക്വയർ അല്ല 40, ദാറ്റ് ഈസ് 49. സോ 49 മൈനസ് 6 is equal to, what is the answer? 49 minus 6 is equal to 43, which divides 43. അതും എടുക്കാം. അല്ലെങ്കിൽ 6 minus 49 equal to minus 43. So minus 43 also divisible by 43 itself. So 43 divides minus 43. We can say 43 divides minus 43 also. ഇങ്ങനെയും പറയാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ നമ്മൾ എങ്ങനെ എടുക്കണം എന്നുള്ള കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത്. സോ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് 43 ഡിവൈഡ് 6 റൈസ് ടു n പ്ലസ് 2 പ്ലസ് 7 റൈസ് ടു 2n പ്ലസ് 1. ഇത് നിങ്ങൾക്ക് രണ്ട് ക്വസ്റ്റ്യൻ ചെയ്തതുപോലെ അതേപോലെ തന്നെയാണ് ഇതും ചെയ്യേണ്ടത്. അപ്പം ഞാനിവിടെ ജസ്റ്റ് ഇവിടെ 6 റൈസ് ടു 1 എടുത്തു, ഇവിടെ 7 റൈസ് ടു 2 എടുത്തു. അപ്പോൾ 6 റൈസ് ടു 1 എന്ന് പറയുമ്പോൾ 6ഉം 7 റൈസ് ടു 2 എന്ന് പറയുമ്പോൾ 49ഉമാണ്. അപ്പോൾ 6 മൈനസ് 49 എന്ന് പറയുമ്പോൾ മൈനസ് 43. അതാണെങ്കിൽ മോഡ് 43 ആണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത്. 43 കൊണ്ട് ഡിവൈഡ് ആവോ? യെസ്, 43 ഡിവൈഡ്സ് മൈനസ് 43. ഇനി അത് ഞാനിവിടെ തിരിച്ചാണ് എടുക്കുന്നതെങ്കിൽ, നമ്മൾ തിരിച്ചാണ് വാല്യൂ എടുക്കുന്നതെങ്കിൽ 49 മൈനസ് 6 മീൻസ് 43. ദാറ്റ് ഓൾസോ 43 ഓൾസോ ഡിവിസിബിൾ ബൈ 43. സോ ഈ ഒരു കോൺസെപ്റ്റ് ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കാവുന്നതേ ഉള്ളൂ. ഇനി നമ്മൾ ചെയ്യേണ്ടത് 6 റൈസ് ടു എന്താണ് വേണ്ടത്? 6 റൈസ് ടു n പ്ലസ് 2 ആണ് വേണ്ടത്. n പ്ലസ് 2 എന്ന് പറയുമ്പോൾ 6 റൈസ് ടു n ഇൻറ്റു 6 സ്ക്വയർ. 6 സ്ക്വയർ ആകുമ്പോൾ എത്ര? 36. അപ്പോൾ ആ 36 കൊണ്ട് രണ്ട് സൈഡ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. അതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ പവർ റൈസ് ടു പവർ n എടുക്കണ്ടേ? അപ്പോൾ അത് ആദ്യം ചെയ്യാം. അപ്പോൾ ഈ ടേമിൽ റൈസ് ടു പവർ n എടുക്കുമ്പോൾ 6 റൈസ് ടു n കോൺഗ്രുവൻറ്റ് ടു 7 റൈസ് ടു 2n. ഇനി നമ്മൾ ഇവിടെ 36, അതായത് 36 എടുക്കാൻ കാരണം എന്താ? 6 റൈസ് ടു n പ്ലസ് 2 ആണ് നമുക്ക് വേണ്ടത്. സോ 36ഉം ഇവിടെ 7 റൈസ് ടു 2n ഇൻറ്റു 36ഉം എടുക്കുക. അപ്പോൾ നമ്മുടെ ആൻസർ അനുസരിച്ച് ഇവിടെ വരുന്നത് ദിസ് ഇംപ്ലൈസ് 6 റൈസ് ടു n ഇൻറ്റു 6 സ്ക്വയർ ഈസ് കോൺഗ്രുവൻറ്റ് ടു 7 റൈസ് ടു 2n ഇൻറ്റു 36. So that means ഇത് വീണ്ടും റീറൈറ്റ് ചെയ്യാം. 6 റൈസ് ടു n പ്ലസ് 2 is congruent to 7 റൈസ് ടു 2n ഇൻറ്റു 36. മോഡ് വാല്യൂ is 43. അത് അവിടെ ഇരിക്കട്ടെ. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എടുക്കുക. ക്വസ്റ്റ്യൻ 6 റൈസ് ടു n പ്ലസ് 2 പ്ലസ് 7 റൈസ് ടു 2n പ്ലസ് 1. ദാറ്റ് മീൻസ് ദിസ് ഈസ് കോൺഗ്രുവൻറ്റ്. ഈ ആൻസർ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 7 റൈസ് ടു 2n ഇൻറ്റു 36 പ്ലസ് 7 റൈസ് ടു 2n പ്ലസ് 1. ഇനി 7 റൈസ് ടു 2n പ്ലസ് 1നെ നമുക്ക് എങ്ങനെ എഴുതാം? 7 റൈസ് ടു 2n ഇൻറ്റു 7 റൈസ് ടു 1. സോ അതിൽ നിന്ന് ഇവിടെ 7 റൈസ് ടു 2n, ഇവിടെ ഒരു 7 റൈസ് ടു 2n. ടേക്ക് കോമൺലി ഔട്ട്സൈഡ്. അപ്പോൾ ഇവിടെ വരുന്ന ആൻസർ എന്താ? 36 പ്ലസ് 7 റൈസ് ടു 1 ആകുമ്പോൾ
1. So 36 plus 7 is equal to 43, which means that ഇവിടെ വരുന്ന ആൻസർ 7 raised to 2n into 43 mod a value is 43. So which is a multiple, this is a multiple of 43. On dividing this term by 43, the remainder will be 0, which is equivalent to mod 43. Therefore, we can say that 43 divides this LHS 6 raised to n plus 2 plus 7 raised to 2n plus 1. The next question, what is the remainder when the following sum is divided by 4? അപ്പോൾ ക്വസ്റ്റ്യൻ ഇവിടെ തന്നിരിക്കുന്നത് 1 raised to 5 plus 2 raised to 5 plus 3 raised to 5 etc. 99 raised to 5 plus 100 raised to 5. നമുക്കറിയാം 1 raised to 5 എന്ന് പറയുന്നത് is congruent to 1 mod 4. ഇനി കാരണം it is congruent to 1 minus 1 is 0. Therefore ഇവിടെ 1ൻ്റെ കൂടെ നമ്മൾ അടുത്ത് 4 ആഡ് ചെയ്യുമ്പോൾ, അതായത് മോഡ് 4 മൾട്ടിപ്പിൾസ് വരണമെങ്കിൽ എന്തായിരിക്കും നമ്മൾ എടുക്കേണ്ടത്? 1 is congruent to 5. That means 5 minus 1 is, or 1 minus 5 is minus 4. So which means that 4 divides minus 4 അല്ലേ? അതുപോലെ തന്നെ 5 minus 9 which is equal to minus 4, again 4 divides minus 4. അപ്പോൾ ഇതിൻ്റെ ടേംസ് എങ്ങനെയായിരിക്കും വരുന്നത്? 1, 5 and next term 9, the next term will be 14 is congruent to 14 ആയിരിക്കും. അങ്ങനെ ഓരോരോ ടേംസ് എക്സെട്ര മോഡ് 4. ഇനി രണ്ടാമത്തെ ടേം എന്ന് പറയുന്നത് 2 raised to 5 ആണ്. 2 raised to 5 എന്ന് പറയുമ്പോൾ എത്രയാണ്? 32 എന്ന് പറയുമ്പോൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ എന്തായിരിക്കും? റിമൈൻഡർ 0. കാരണം 32 divided by 4 means the remainder will be equal to 0. അതാണ് 32 is congruent to 0 mod 4. അപ്പോൾ നമ്മൾ 2ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ 2 is congruent to 6, then 6ൻ്റെ അടുത്തത്, അതായത് 2 plus 4 is 6. So 2 is congruent to 6. 6 is congruent. 6 plus 4 എത്ര? 10. 10 is congruent to 14 mod 4 എന്ന കോൺസെപ്റ്റ് ആയിരിക്കും വരുന്നത്. അപ്പോൾ 2 congruent to 6, 6 congruent to 10, 10 congruent to 14, അങ്ങനെ എക്സെട്ര പൊക്കോണ്ടിരിക്കും. ഇനി മൂന്നാമത്തെ ടേം എന്ന് പറയുന്നത് എത്രയാണ്? 3 raised to 5. 3 raised to 5 എന്ന് പറയുമ്പോൾ 243. 243 when you divide by 4, the remainder will be equal to 3 ആണ്. Remainder will be equal to 3. So therefore ഇതിൻ്റെ കോൺസെപ്റ്റ് നമുക്ക് ഇവിടെ വരുന്ന കോൺസെപ്റ്റ് എന്താണ്? That means it is 3 congruent to 7, then 7 plus 4 11, 11 plus 4 is 15, mod എന്തായിരിക്കും? 4 ആയിരിക്കും നമുക്ക് വരുന്നത്. സോ അങ്ങനെ നമ്മുടെ കോൺസെപ്റ്റ് എല്ലാം ഇവിടെ വരുന്നുണ്ട്. ഇനി അടുത്തത് 4 raised to 5 എടുക്കുമ്പോൾ, 4 raised to 5 എടുക്കുമ്പോൾ ആൻസർ എത്രയാണ്? 4 raised to 5 ആകുമ്പോൾ 1024 ആണ്. അപ്പോൾ 1024നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ the remainder will be 0. So 4 raised to 5 is congruent to 0 mod 4. അപ്പോൾ ഇവിടുത്തെ മൾട്ടിപ്പിൾസ് ഒക്കെ എങ്ങനെയായിരിക്കും? 4, then 8, 12, then 12 plus 4, അപ്പോൾ 16 അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ എല്ലാത്തിലും ഓരോ ബ്ലോക്ക്, അതായത് ഓരോ ബ്ലോക്കിലും നമുക്ക് 4 വെച്ച് ഇൻക്രീസ് ആവുന്നുണ്ട്. ഈച്ച് ബ്ലോക്ക് ഓഫ് 4 നമ്പേഴ്സ് വിൽ ഹാവ് സെയിം റിമൈൻഡർ സം. ഓരോ ഘട്ടമായിട്ട് നമ്മൾ എടുക്കുമ്പോൾ 3, 4, 7, 11 എന്ന് വരുന്ന കോൺസെപ്റ്റിലെല്ലാം ഒരു രീതിയായിരിക്കാം. അതുപോലെ 4, 8, 12 എന്ന കോൺസെപ്റ്റ് വരുന്നതെല്ലാം ഇനി ഒരു രീതിയിൽ. അപ്പോൾ ഈച്ച് ബ്ലോക്ക് ഓഫ് 4 നമ്പേഴ്സ് വിൽ ഹാവ് സെയിം റിമൈൻഡർ സം ആയിരിക്കും നമുക്കിവിടെ വരുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു 4 എണ്ണം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈച്ച് ബ്ലോക്ക് ഓഫ് 4, അതായത് ആദ്യത്തെ 4 ടേംസ് എടുക്കുമ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്, നമ്മുടെ ഫസ്റ്റ് എടുക്കുമ്പോൾ ആൻസർ എത്രയാണ് വരുന്നത്? 1, 5, 9 എങ്ങനെ വരുന്നുണ്ട്. രണ്ടാമത്തെ ടേം 2 is congruent to 6, 6 is congruent to 10 etc. അതുപോലെ തേർഡ് ടേം വരുമ്പോൾ 3 is congruent to 7, 7 is congruent. ഇവിടെ വരുന്ന റിമൈൻഡേഴ്സിനെ ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്താൽ അറിയാം. ഇവിടുത്തെ റിമൈൻഡർ 1 ആദ്യത്തേത്, രണ്ടാമത്തെ റിമൈൻഡർ 0, മൂന്നാമത്തെ റിമൈൻഡർ 3 ആൻഡ് ഫോർത്ത് റിമൈൻഡർ is 0. ഇനി അടുത്ത ടേംസ് വരുമ്പോൾ വീണ്ടും റെപ്പറ്റീഷൻ ആയിരിക്കും വരുന്നത്. അതായത് 5 വരുമ്പോഴത്തേനും വീണ്ടും 1നെ റിപ്പീറ്റ് ചെയ്യും. 6 വരുമ്പോഴത്തേനും, കാരണം 6, 5 വരുമ്പോൾ ഇവിടെ ആയിരിക്കും വരുന്നത്. 5 വരുമ്പോൾ ഇവിടെ വരും. 6 വരുമ്പോൾ സെക്കൻഡ് ടേമിൽ വരും. 5 1, 2 അതുപോലെ
ഇവിടെ 3 4 ഇവിടെ വരുന്നുണ്ട്, ഇവിടെ 5 6 7 8 ഇവിടെ വരുന്നുണ്ട്, അതുപോലെ 9 10 11 12 ഈ ഒരു കോൺസെപ്റ്റിൽ വരുന്നുണ്ട്. അപ്പോൾ ഓരോരോ ഫസ്റ്റ് 4 ടേംസിനെ മാത്രം നമ്മൾ എടുക്കുകയാണെങ്കിൽ 1/5 പ്ലസ് 2/5 പ്ലസ് 3/5 പ്ലസ് 4/5 ആണ് എടുക്കുന്നതെങ്കിൽ ഇത് ഓരോന്നിൻ്റെ റിമൈൻഡേഴ്സിനെയാണ് നമ്മൾ എടുക്കേണ്ടത്. ഫസ്റ്റ് വണ്ണിൻ്റെ റിമൈൻഡർ 1, അടുത്ത റിമൈൻഡർ 0, അടുത്ത റിമൈൻഡർ 3, അതിൻ്റെ അടുത്ത റിമൈൻഡർ ഇസ് ഈക്വൽ ടു 0. അപ്പോൾ അത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ആൻസർ ഇസ് ഈക്വൽ ടു 4 വിച്ച് ഇസ് കോൺഗ്രുവൻറ്റ് ടു 0 മോഡ് 4. കാരണം 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ദ റിമൈൻഡർ വിൽ ബി ഈക്വൽ ടു 0. അങ്ങനെ നമുക്ക് 1/5 2/5 അപ് ടു ഏത് വരെ ചോദിച്ചിട്ടുണ്ട്, 100/5 വരുന്നുണ്ട്. അപ്പോൾ 100/5 വരെ വരുമ്പോൾ ദ റിമൈൻഡർ വിൽ ബി വാട്ട് വിൽ ബി ദ റിമൈൻഡർ ഫോർ ദീസ് 4 വാല്യൂ, അതായത് 100 വാല്യൂസ് വരെ വരുമ്പോൾ 1/5 പ്ലസ് 2/5 പ്ലസ് 3/5 പ്ലസ് എക്സെട്ര അപ് ടു 100/5 ആകുമ്പോൾ ഇതിൽ എത്ര ബ്ലോക്സ് ആണ് വരുന്നത്? ആ 4 വെച്ച് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 25 ബ്ലോക്സ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഓരോ 4 ബ്ലോക്സിന് നമുക്ക് വരുന്ന റിമൈൻഡർ 0. അങ്ങനെ ബാക്കിയുള്ള റിമൈൻഡേഴ്സ് അതുപോലെ എൻറ്റയർ ടേം 25 ബ്ലോക്സിനെ നമ്മൾ ആഡ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ റിമൈൻഡർ എന്തായിരിക്കും? 0 ആയിരിക്കും. ഫസ്റ്റ് 4 ടേംസിൻ്റെ റിമൈൻഡർ എന്ന് പറയുന്നത് നമുക്ക് 0 ആണ്. അതുപോലെ ടിൽ 100/5 വരെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 4 ചെയ്തിട്ട് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ആയിരിക്കും എന്ന് നമ്മൾ പറയുന്നതാണ്. ദെൻ ദ 25 blocks will have all the remainder 0. Therefore, the entire remainder is 0. So hope you could have understood these problems. So if you have any doubts, give me a message in the comment box. Thank you.